PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മളിങ്ങനെ നേരിട്ട് കണ്ടിട്ട് കുറച്ച് നാളായി. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ക്ലാസ്സുമായിട്ടല്ല. നമുക്കറിയാം 2022 ഈ വർഷത്തെ മെയ് മാസത്തിൽ എന്ത് വരുന്നുണ്ട്? 10th പ്രിലിംസ് വരുന്നുണ്ട്. അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് LGS, BEVCO LDC എന്നിവയുടെ എല്ലാം പ്രിലിമിനറി എക്സാം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ പ്രിലിമിനറി മെയിൻസ് എന്ന് പറയുന്ന രണ്ട് ഘട്ടമായിട്ട് നമ്മുടെ PSC പരീക്ഷകളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാ പരീക്ഷകളും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് PSC അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മെയ് മാസത്തിൽ എന്തുണ്ടാവും? പ്രിലിമിനറി എക്സാം ഉണ്ടാവും 10th. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സിലബസ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പം മുതൽ നമ്മൾ കറക്റ്റായിട്ട് ഒരു നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പ്രിലിംസ് പാസ്സാവാനും നമുക്ക് മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തയ്യാറെടുക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ടത്, ഏത് രീതിയിലാണ് ഇനി അങ്ങോട്ട് പഠനം കൊണ്ടുപോകേണ്ടത്? PSC കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ, പാറ്റേണിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ പഠനം എങ്ങനെ കൊണ്ടുപോകണം, ഏത് രീതിയിൽ പഠിച്ച് മുന്നേറണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ കുറേ പേർക്കൊക്കെ കുറേ ഡൗട്ട്സ് ഉണ്ട്. PSCയുടെ പുതിയ മാറ്റങ്ങൾ കണ്ടിട്ട് എന്തൊക്കെയൊക്കെ പഠിക്കണം, അതായത് SCRT മാത്രം പഠിച്ചാൽ മതിയോ, റാങ്ക് ഫയൽ ഇനി പഠിക്കേണ്ടയോ, അങ്ങനെ കുറേ ടെൻഷനുള്ളവരുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണോ, കാരണം ഇപ്പോൾ പുതിയ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ്. അപ്പോൾ മുൻവർഷ ചോദ്യ പേപ്പറുകൾ നോക്കണോ, അങ്ങനെ കുറേ കൺഫ്യൂഷൻ ഉള്ളവരുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു കൺഫ്യൂഷനൊക്കെ മാറ്റാനായിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ പേരിലോട്ട് ഈ വീഡിയോ എത്തിക്കാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു മെയ് മാസത്തെ എന്തുണ്ടാവും? എന്തായാലും പ്രിലിമിനറി എക്സാം 10th പ്രിലിമിനറി എക്സാം ഉണ്ടാകും. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് LGS, BEVCO LDC അങ്ങനെയുള്ള എല്ലാ പരീക്ഷകളുടെയും വേണ്ടിയിട്ടുള്ള പ്രിലിംസ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സിലബസ് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പം മുതലേ പഠിച്ചു പോയാലാണ് നമുക്ക് എക്സാം വരുമ്പോഴത്തേനും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു സിലബസ് ഉണ്ട്. അതായത് കഴിഞ്ഞ LGSൻ്റെ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതും അതുപോലെ തന്നെ LGS മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു സിലബസ് ഉണ്ടല്ലോ, അതുപോലെ LDC മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്. അപ്പോൾ LDC അവിടെ നിർത്തിയാലും LGS പ്രിലിംസും LGS മെയിൻസും ഓക്കെ ആ ഒരു സിലബസ് വെച്ചിട്ട് നമുക്കിപ്പോൾ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഇതിലും കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നോ രണ്ടോ ടോപ്പിക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എന്നല്ലാതെ ഈ ഒട്ടുമിക്ക ടോപ്പിക്സ് നമുക്ക് അവിടെ വരുന്നുണ്ട് അല്ലേ. LGS പ്രിലിംസിനായാലും മെയിൻസിൻ്റെ ആണെങ്കിലും LDC മെയിൻസിൻ്റെ ആണെങ്കിലും എല്ലാ സിലബസിലും എല്ലാ കാര്യങ്ങളും ഒരുവിധമൊക്കെ കോമൺ ആണ്. കുറച്ച് എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ ഇനി നമുക്ക് തരാൻ പോകുന്ന സിലബസിലും ഇതിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പഠിച്ചു പോയിട്ട് ആ ടൈം നമുക്ക് സിലബസ് കിട്ടുമ്പോൾ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് പഠിച്ചു പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ്? LGSൻ്റെ നമുക്ക് പ്രിലിമിനറി എക്സാമിന് ഒരു സിലബസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു സിലബസിൻ്റെ കോപ്പി നിങ്ങൾ എടുത്ത് വയ്ക്കുക. ഓക്കെ, എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 10th പ്രിലിംസിൻ്റെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ചാനലിലൂടെ ക്ലാസ്സുകൾ തരുന്നതായിരിക്കും. ടെലഗ്രാമിൽ നോട്ട്സും PDF-ഉം എല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് മെയ് മാസത്തെ പ്രിലിമിനറി എക്സാമിന് മുന്നേ നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. നമ്മൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നിലവിൽ നമ്മൾ ഫെബ്രുവരിയിലുള്ള CPO എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയുള്ള എക്സാമിൻ്റെയും നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, 10th പ്രിലിംസ് തുടങ്ങി എന്ന് വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഒന്നും സ്റ്റോപ്പ് ചെയ്യില്ല, അതും നമ്മൾ സൈഡിലൂടെ കൊണ്ടുപോകുന്നതാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രയാണ്. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ക്ലാസ് ഫോക്കസ് ചെയ്യുന്നത് SCRT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. കാരണം നമുക്കറിയാം ഇപ്പോൾ PSCയുടെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് SCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഒത്തിരി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഒരിക്കലും SCRT മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. കാരണം നമുക്കിപ്പോൾ കഴിഞ്ഞ കുറേ അധികം പരീക്ഷകൾ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയൊരു കാര്യം, SCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ചോദ്യങ്ങളുണ്ട്, ഒത്തിരി ചോദ്യങ്ങളുണ്ട്. കൂടാതെ ചില മുൻവർഷ ചോദ്യങ്ങളും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാനായിട്ട് പറ്റി. ഓക്കെ, അപ്പോൾ മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ പാടെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യരുത്. അതുപോലെ SCRT പഠിക്കണം. പിന്നെ റാങ്ക് ഫയൽ വേണ്ടാന്ന് വെക്കരുത്. കാരണം SCRT മാത്രം പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാത്ത കുറേ അധികം SCRTയിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ സുപ്രധാന നിയമങ്ങൾ,
അതുപോലെ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും, അങ്ങനെ കുറച്ച് കലാ കായികം സംസ്കാരം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതൊന്നും നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്കിൽ കാണാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ റാങ്ക് ഫയലും പാടെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപേക്ഷിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് SCERT വേണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും വേണം, അതുപോലെ തന്നെ എന്തും വേണം, നമ്മുടെ റാങ്ക് ഫയലും വേണം. ഓക്കെ, പിന്നെ കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ. മാത്സും ഇംഗ്ലീഷും മലയാളവും ഒക്കെ നമുക്ക് മുൻവർഷ ചോദ്യങ്ങളിലൂടെ പഠിച്ചു പോയാലും മാക്സിമം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, 1-2 ചോദ്യങ്ങൾ മാത്രമേ കുറച്ച് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കാണാൻ പറ്റുള്ളൂ, ബാക്കിയൊക്കെ എന്താണ് മുൻവർഷ ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ അതും പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, SCERT ഒഴിവാക്കരുത്, റാങ്ക് ഫയൽ ഒഴിവാക്കരുത്, മുൻവർഷ ചോദ്യങ്ങൾ ഒഴിവാക്കരുത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇനി ആദ്യമായിട്ട് PSC എഴുതാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തവരുണ്ടാവും അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ പ്രിലിംസും മെയിൻസും ഒക്കെ എഴുതിയിട്ട് അങ്ങനെയുള്ളവരുണ്ടാകും. അല്ലാതെ നമ്മൾ ആദ്യമായിട്ട് ഇനിയിപ്പോൾ എന്താണ് ഈ വർഷമാണ് PSC എഴുതാൻ പോകുന്നവർ എന്നുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 2017 മുതലുള്ള മുൻവർഷ ചോദ്യങ്ങളൊന്ന് വായിച്ചു നോക്കണം. കാരണം SCERTയെ ബേസ് ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വന്നു തുടങ്ങിയത് 2017 മുതലാണ്. അപ്പോൾ 2017 മുതൽ SCERT എവിടേക്കാണ് SCERTക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്, SCERTയിൽ നിന്നും ഏതൊക്കെ ഭാഗത്ത് നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, 2017 മുതൽ ഇങ്ങോട്ടുള്ള ചോദ്യപേപ്പർ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും, മുൻവർഷ ചോദ്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇപ്പോഴത്തെ ന്യൂ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ വരാൻ തുടങ്ങിയത് എപ്പോൾ മുതലാണ്, LDC എക്സ് സർവീസ്മെൻ്റെ പരീക്ഷ ഉണ്ടായിരുന്നു അല്ലേ, സൈനിക് വെൽഫെയർ. അപ്പോൾ ആ ഒരു എക്സാം, ഓക്കെ, എക്സ് സർവീസ്മെൻ്റെ എക്സാം മുതലാണ് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ വരാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സാം മുതൽ ഇങ്ങോട്ടുള്ള ബാക്കിയുള്ള എക്സാം, അതായത് ഇപ്പോൾ നടന്നിട്ടുള്ള അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, ഫീൽഡ് വർക്കർ, ഓഫീസ് അറ്റൻഡൻറ്റ്, അങ്ങനെ കുറേ എക്സാം, LDC മെയിൻസ്, LGS മെയിൻസ്, അങ്ങനെ കുറേ പരീക്ഷകൾ നടന്നു അല്ലേ അതിനുശേഷം. അപ്പോൾ അതിനുശേഷമുള്ള ഇങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ന്യൂ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ ഏത് രീതിയിലാണ് വരുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. എല്ലാം ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഏത് രീതിയിലൊക്കെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളൊരു ധാരണ കിട്ടും. പിന്നെ PSC പാറ്റേൺ മാറ്റി എന്നുള്ളതല്ലാതെ PSCക്ക് ഇഷ്ടപ്പെട്ട കുറേ ഭാഗങ്ങളുണ്ട്. അതായത് ചില ടോപ്പിക്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ആ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. അത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. പ്രസ്താവന രീതിയിലായിക്കോട്ടെ, ഇനി മുൻവർഷം ആദ്യം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള എന്താണ് 1 വേർഡ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ഏതാണെങ്കിലും ചില ടോപ്പിക്സിൽ നിന്നും റിപ്പീറ്റ് ചെയ്ത് PSC ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യും, ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ ടോപ്പിക്സും PSC റിപ്പീറ്റ് ചെയ്യുന്ന ടോപ്പിക്സൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ SCERT മാത്രമല്ല, ചില കാര്യങ്ങൾ SCERTയിൽ ഇല്ലാത്ത കുറച്ച് അഡീഷണൽ പോയിന്റ്സ് ഒക്കെ NCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ കിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ല എന്താണ് കൂടുതൽ അറിവ് നേടണം എന്നുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ NCERTയും കൂടെ വായിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് പറ്റുവാണെങ്കിൽ വായിച്ചാൽ മതി. SCERT കംപ്ലീറ്റ് ചെയ്തിട്ട് പറ്റുവാണെങ്കിൽ വായിച്ചു കഴിഞ്ഞാൽ മതി. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് SCERT പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് SCERT ഒക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ വീഡിയോ ഇടാൻ പോകുന്നത് നമ്മുടെ ചാനലിലൂടെ എങ്ങനെയാണ് ക്ലാസ് തരുന്നത് എന്ന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മൾ ഓൾറെഡി എന്താണ് LGSൻ്റെ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസിൻ്റെ വൈസ് നമ്മൾ ക്ലാസ് ഓൾമോസ്റ്റ് നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മാത്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. GKയും ഒരുവിധം നമ്മൾ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോസ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ അത് കാണുക. നമ്മളത് ടെലഗ്രാമിൽ നമ്മൾ ഓരോ ദിവസവും പഠിപ്പിക്കുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതിൻ്റെ ലിങ്ക് ഇട്ട് തരാം. ഓക്കെ, ടെലഗ്രാമിലും ഇടാം, യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ട് തരാം. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ കാണുക. അതുകൂടാതെ നമ്മളിപ്പോൾ പറയുന്ന സിലബസ് അനുസരിച്ച് നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഡെയിലി ക്ലാസ് പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്നതാണ്. SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ നമ്മൾ റാങ്ക് ഫയലും എല്ലാ ടോപ്പിക്സും കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് നമ്മൾ ക്ലാസ് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും കറക്റ്റ് ആയിട്ടുള്ള നോട്ട്സും നമ്മൾ ടെലഗ്രാമിൽ PDF ആയിട്ട് ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് നോട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ നല്ല രീതിയിൽ 10th പ്രിലിംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളവരുണ്ടെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ ഒരു റെസ്പോൺസ് അനുസരിച്ച് നിങ്ങൾ തരുന്ന കമൻസും ലൈക്കും ഒക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ വേണം, നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കും അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻസിനനുസരിച്ചിട്ട് വേണം നമ്മൾ ക്ലാസ് കറക്റ്റായിട്ട് ഇട്ട് പോകാനായിട്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്